പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം സഹായിച്ചവർ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആദ്യമായി യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച കർത്താവിൻ്റെ കൃപകൾക്കായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാനിടയാകട്ടെ. അനേക കുഞ്ഞുങ്ങൾക്ക്, അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം വിടുതലുമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശു ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ അധികമായി സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ മഹാസ്നേഹത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്ധ്യാസമയത്ത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയനീക്കമുള്ളത്. കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തുന്നുവെങ്കിൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. കർത്താവിൻ്റെ പുണ്യനാമം മഹത്വമെടുക്കുവാനിടയാകട്ടെ. ഈ സന്ധ്യാസമയത്ത് സ്വർഗത്തിലെ വലുവനായ ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം നമ്മളായിരുന്ന ഇടങ്ങളെല്ലാം ദൈവം നമ്മളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിച്ചതിനാൽ നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. 63-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിൻ്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എൻ്റെ ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കുന്നു. കർത്താവിൻ്റെ വലം കരം നമ്മെ താങ്ങുന്നു. നമ്മുടെ ഉള്ളെപ്പോഴും കർത്താവിനോട് പറ്റിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലങ്കരം നമ്മളെ താങ്ങുന്നു. സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് കർത്താവിൻ്റെ വലങ്കരം നമ്മളെ താങ്ങുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഭൂലോകമെമ്പാടും ഉള്ള എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ മക്കളെയും ഈ സന്ധ്യാസമയത്ത് യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും, യൗവനക്കാരായ കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ചുറ്റുപാടുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ചുറ്റുപാടും കർത്താവിനെ അറിയാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കുന്നു. ഇത് അന്ത്യനാളാണല്ലോ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവ് എല്ലാവരെയും വിടുവിക്കട്ടെ. നമ്മുടെ ചുറ്റുപാടും പാർക്കുന്നവർ യേശുവിനെ വാസ്തവമായി അറിയുവാൻ നിത്യജീവൻ്റെ അവകാശികളായി തീരുവാനിടയാക്കട്ടെ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ നല്ല ദൈവം നമ്മളോട് കൂടെയിരുന്നു നമ്മളെ നടത്തിയ കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഒരുപോലെ യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയാ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രികാലം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. കഷ്ടത്തിലും പ്രയാസങ്ങളും ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ധാരാളം അനുഗ്രഹിക്കണം. യാത്ര ചെയ്യുന്ന വാഹനമായി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ ദൈവം സൂക്ഷിക്കുമാറാകണമേ. ജോലി മേഖലയിലൊക്കെയും കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ. തിരുവചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാനിൽ ഞങ്ങൾക്ക് കൃപ തരുന്നതിനായി സ്തോത്രം. കർത്താവിനോട് പറ്റിച്ചേർന്നിരിപ്പാൻ പിന്നെയും സഹായിക്കുന്നതിനായി സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ആത്മീയ നിലവാരത്തിൽ കർത്താവ് നമ്മളെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ആത്മീയമായി നമ്മളെ ഉയർത്തുവാൻ അവൻ ശക്തനായ ദൈവമായിരിക്കാൽ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. മാനവ മഹത്വം യേശു കർത്താവിന് മാത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിന് പിതാവേ, ആമേൻ.